എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 9ാം ക്ലാസ് കേരള പാഠാവലി മലയാളം ഫസ്റ്റിലെ ക്രിസ്തുമസ് പരീക്ഷയ്ക്കായുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, അടിവരയിട്ട പദത്തിൽ തെളിയുന്ന ഭാവം എന്ത് എന്നാണ്. ഇവിടെ അല്ലലെന്ത് എന്ന വാക്കാണ് അടിവരയിട്ടിട്ടുള്ളത്. അതിന് തെളിയുന്ന ഭാവം അത്ഭുതമാണ്. രണ്ടാമത്തെ ചോദ്യം, മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായ ഉഴുതുമറിക്കും വീര്യമോടെ. ഒറ്റച്ചാൽ എന്ന പ്രയോഗം നൽകുന്ന അർത്ഥസൂചന എന്ത്? ഉത്തരം സംഘബോധം. അടുത്ത ചോദ്യം, പുഴയുടെ തോറ്റത്തിൽ അതിൻ്റെ വികാരവിചാരങ്ങളെല്ലാം വിജയിച്ചിരിക്കുന്നു. വികാരവിചാരങ്ങൾ എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം കണ്ടെത്തി എഴുതുക എന്നതാണ് ചോദ്യം. ഉത്തരം വികാരവും വിചാരവും. വാസരാന്തത്തിൻ കതിർകളിൽ നിന്നല്ലി ഭാസുരമാകും ഉഷസ്സിൻ്റെ ഉത്ഭവം. വാസരം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എന്ത് എന്നാണ് ചോദ്യം. ഉത്തരം പകൽ. ഇവിടെ തന്നിരിക്കുന്ന സാഹിത്യകൃതികളിൽ നിന്നും ആത്മകഥാരചന കണ്ടെത്തി എഴുതുക എന്നതാണ് ചോദ്യം. ഉത്തരം കഴിഞ്ഞ കാലം. അടുത്തത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. പാത്തുമ്മയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല എന്ന് ലേഖകൻ വിലയിരുത്തുന്നതിനുള്ള 2 സൂചനകൾ എഴുതുക എന്നതാണ് ചോദ്യം. കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നവരാണ്. കൂടാതെ ബഷീറിൻ്റെ വീട്ടിലെ സത്യമായ കഥയാണ് പാത്തുമ്മയുടെ ആട് എന്ന പാഠഭാഗത്ത്. അടുത്തത്, വീട്ടിലെപ്പോഴും അടച്ചിടാറുള്ള പിന്മുറി തുറന്നപ്പോൾ മാധവൻ്റെ മനസ്സിൽ ഉണർന്ന ചിന്തകൾ എന്തെല്ലാം? ഉത്തരം മരിച്ചുപോയ അച്ഛനെയും അമ്മയെയും പറ്റി ചിന്തിച്ചു. സ്മരണ എന്ന പരിചയക്കേടിലേക്ക് താൻ മാറി എന്ന തിരിച്ചറിവ്. അടുത്തത്, അരുവിപ്പുറം ആഘോഷവേളയിൽ ഗുരുവിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. ഗുരുവിൻ്റെ ഈ അവസ്ഥയ്ക്കുള്ള കാരണം എന്താവാം? ഉത്തരം നോക്കാം. പകൽ മുഴുവൻ പണിയെടുത്ത് ഉത്സവം കാണാനെത്തിയ തൊഴിലാളികളെ ജനക്കൂട്ടത്തിൽ നിന്നും മാറ്റിയിരുത്തി. കൂടാതെ ഗുരു സന്ദേശത്തിൻ്റെ പൊരുൾ അനുയായികൾ പോലും ഉൾക്കൊണ്ടില്ലല്ലോ എന്ന ദുഃഖവുമാണ് ഗുരുവിൻ്റെ ഈ അവസ്ഥയ്ക്കുള്ള കാരണം. അടുത്തത് താരതമ്യക്കുറിപ്പാണ്. ഇവിടെ പുളിമാവ് വെട്ടി എന്ന ഇടശ്ശേരിയുടെ കവിതയും ഭൂമിക്ക് ഒരു ചരമഗീതം എന്ന ONVയുടെ കവിതയും നൽകിയിട്ടുണ്ട്. കവിതാഭാഗങ്ങൾ താരതമ്യം ചെയ്ത് ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് ചോദ്യം. ഉത്തരം നോക്കാം. പുളിമാവ് മുറിച്ചു മാറ്റുമ്പോൾ ഭൂമിയുടെ തണൽ നഷ്ടമാകുന്നു. ആർത്തിയുള്ള മനുഷ്യന് പണമാണ് പ്രധാനം. ഭൂമിയുടെ മക്കൾ അമ്മയായ ഭൂമിയുടെ വൃക്ഷങ്ങളാകുന്ന വസ്ത്രം ഉരിയുന്നു. അവ വിപണിയിൽ വിറ്റ് പണം നേടുന്നു. 2 കവിതാഭാഗങ്ങളുടെയും പ്രമേയം ആണ് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അടുത്തത്, ഇവിടെ കുറച്ച് വരികൾ നൽകിയിട്ടുണ്ട്. കാണുന്നുണ്ട് നേകമക്ഷരങ്ങൾ എന്ന കവിതയെ വേറിട്ട അനുഭവമാക്കുന്നത് വാങ്മയ ചിത്രങ്ങളാണ്. സമർത്ഥിക്കുക എന്നതാണ് ചോദ്യം. ഉത്തരം നോക്കാം. വീടിൻ്റെ ഇറയത്ത് കുളിച്ച് വൃത്തിയായി വസ്ത്രമണിഞ്ഞ് മാതാപിതാക്കളെ കാത്തിരിക്കുന്ന കറുത്ത നിറമാർന്ന കുഞ്ഞുങ്ങളുടെ ചിത്രം. എണ്ണയും അവശിഷ്ടവും നീക്കി വെയിലത്ത് ഇരുന്ന് ഉണങ്ങി മിനുങ്ങുന്ന പാത്രങ്ങളുടെ ചിത്രം. കവിതയിൽ നിന്നും കൂടുതൽ ചിത്രങ്ങളും വാങ്മയ ചിത്രങ്ങളാണ് ഇവിടെ കണ്ടെത്തി ഉത്തരമായി എഴുതേണ്ടത്. അടുത്ത ചോദ്യം, പഴയ വീടിനിപ്പോൾ പുതിയൊരു പരിവേഷമുണ്ടാകും. നാടിന് മുഴുവൻ ഇപ്പോൾ അങ്ങനെ ഒരു തെളിച്ചം. സ്വതന്ത്ര ഭാരതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സങ്കല്പങ്ങളാണ് ഐശുവിൻ്റെ ഈ വാക്കുകളിൽ തെളിയുന്നത്? വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. പഴയ വീട് ബ്രിട്ടീഷ് ഇന്ത്യയും പുതിയ വീട് സ്വതന്ത്ര ഭാരതവുമാണ്. പാവപ്പെട്ടവർ ഇല്ലാത്തതും കർഷകരെ നികുതി ഭാരം കൊണ്ട് ചൂഷണം ചെയ്യാത്ത പുതിയ ഇന്ത്യ രൂപപ്പെടുന്നുവെന്ന സ്വപ്നം. നാടിനും ഐശുവിനും സ്വാതന്ത്ര്യം കിട്ടിയതിലുള്ള സന്തോഷം. അടുത്തത്, മാധവൻ്റെ ബാല്യത്തിന് ഉത്സവമേറ്റിയ മനുഷ്യൻ. മാധവൻ്റെ എല്ലാ തിരക്കുകളെയും തിരിച്ചറിഞ്ഞ കാരണവർ. തറവാട്ട് സ്വത്തിൽ മാധവനും അമ്മയ്ക്കും ലഭിക്കാനുള്ള സ്വത്തിൻ്റെ രേഖ കൈമാറി കടന്നുപോയ മനുഷ്യൻ. സൂചനകൾ ഉപയോഗപ്പെടുത്തി
അച്യുതമാമ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുകയാണ് വേണ്ടത്. ഉത്തരം നോക്കാം. അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട് മാധവന് താങ്ങും തണലുമായി മാറിയ അച്യുതമാമ അനാഥനായ മാധവനെ സനാഥനാക്കി. മാധവൻ്റെ ജോലി തിരക്കുകളെക്കുറിച്ച് ബോധ്യമുള്ള ക്ഷമാശീലൻ, ധർമ്മിഷ്ഠനും നീതിമാനുമായ കുടുംബകാരണവർ. അടുത്തത്, ഉപജീവനത്തിന് മാത്രം ജോലി ചെയ്യുന്നവർ സമൂഹത്തോടുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരാണ്. KP കേശവമേനോൻ്റെ ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സ്വാഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ജോലി വ്യക്തിയുടെ ഉപജീവനത്തിന് ഉതകണം. ജോലി ചെയ്യുന്നതിലൂടെ സമൂഹത്തിന് ഉപയോഗം ഉണ്ടാവണം. ഏതൊരു ജോലിയും ആനന്ദകരവും നിർമ്മാണാത്മകവുമായി മാറണം. അടുത്ത ചോദ്യം, അധ്വാനവർഗത്തിൻ്റെ ജീവിതാവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവവും ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശു നിലങ്ങളിലേക്ക് എന്നത്. ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കവിതയുടെ ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിക്കാനാണ് ചോദ്യം. അധ്വാനിക്കുന്നവരുടെ കർമ്മശേഷിയും ജോലിയോടുള്ള ആത്മാർത്ഥതയും കവിതയിൽ കാണാവുന്നതാണ്. യാതനയും കഷ്ടപ്പാടുകളും അനുഭവിക്കുമ്പോഴും എല്ലാം മറന്ന് അധ്വാനിക്കുന്നു. ജീവിതത്തിൻ്റെ തരിശു നിലങ്ങളെ അധ്വാനം കൊണ്ട് ഹരിതാഭമാക്കുന്നു. അടുത്തത് 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അധികം പേരും ജോലി ചെയ്യുന്നത് അതിലുള്ള ഇഷ്ടമോ താല്പര്യമോ കൊണ്ടല്ല, ഉപജീവനത്തിന് കൂടിയേ കഴിയൂ എന്നതുകൊണ്ട് മാത്രമാണ്. ഒരു ജോലിയും ചെയ്യാതെ സുഖലോലുപരായിരിക്കുന്നത് വിഡ്ഢിത്തമാണ്. ലോകത്തിൽ വലിയ കാര്യങ്ങൾ നേടിയവരെല്ലാം അധ്വാനശീലരാണ്. തൊഴിൽ നിർമ്മാണാത്മകവും സമൂഹത്തിനുപകരിക്കുന്നതും ആവണം. നൽകിയിരിക്കുന്ന നിരീക്ഷണങ്ങൾ വിശകലനം ചെയ്ത് തൊഴിലും തൊഴിലിൻ്റെ മഹത്വവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുകയാണ് വേണ്ടത്. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ഒരു ശീർഷകം നൽകുക. കൂടാതെ അധ്വാനത്തിന് സവിശേഷ പ്രാധാന്യമുണ്ട്. അധ്വാനം സ്വന്തം ഉപജീവനത്തിനും സമൂഹത്തിനും ഉപകരിക്കണം. അധ്വാനം ആനന്ദകരവും നിർമ്മാണാത്മകവുമായിരിക്കണം. ലോകത്തെ മാറ്റിമറിച്ചവർ അധ്വാനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞവരാണ്. തൊഴിൽ ചെയ്യാതെ ജീവിക്കുക എന്നത് ദ്രോഹകരമാണ്. അടുത്ത ചോദ്യം നോക്കാം. തിരക്കിൻ്റെ ബോയിലറിൽ കിടന്ന് സെക്കൻഡിൻ്റെ തന്മാത്രകളുമായി കെട്ടിമറിയുന്ന സമയം. എൻ്റെ ജീവിതം എത്രത്തോളം എൻ്റെ കയ്യിലല്ല എന്ന സത്യം ഗാഢമായി നൊന്തറിഞ്ഞ നിമിഷമായിരുന്നു അത്. അച്യുതമാമ. ആധുനിക കാലത്തെ തൊഴിൽ സാഹചര്യത്തിൻ്റെ ഇരയാണ് മാധവൻ. സൂചനകളും പ്രസ്താവനകളും വിലയിരുത്തി തൊഴിലും തൊഴിലിടങ്ങളും എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുകയാണ് വേണ്ടത്. മുഖപ്രസംഗം അഥവാ എഡിറ്റോറിയൽ തയ്യാറാക്കുകയാണ് ഇവിടെ വേണ്ടത്. മാധവൻ പുതുകാലത്തെ കമ്പനി ഉദ്യോഗസ്ഥനാണ്. തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ വ്യക്തി, കുടുംബം, സമൂഹ ജീവിതം താറുമാറായി മാറുന്നുണ്ട്. പുതുകാലത്തെ തൊഴിലിടങ്ങളിൽ ഇത്തരം സംഘർഷഭരിത ജീവിതത്തെ സൃഷ്ടിക്കുന്നുണ്ട്. അവിടെ വ്യക്തികൾക്ക് ജോലി ഒരു ഭാരമായി മാറുന്നു. പുതിയ തൊഴിൽ നിയമങ്ങളും തൊഴിൽ സംസ്കാരവും ഉണ്ടാവണം. അടുത്ത ചോദ്യം. ഇവിടെ കവിതയിലെ വരികൾ നൽകിയിട്ടുണ്ട്. സൂചനകൾ വിശകലനം ചെയ്ത് പാഠാശയം ഉൾക്കൊണ്ടും ഗുരുസന്ദേശത്തിൻ്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുകയാണ് വേണ്ടത്. പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ ഒരു അഭിസംബോധന വളരെ അത്യാവശ്യമാണ്. കൂടാതെ ജാതിമത ഭേദങ്ങൾ ഇല്ലാതെ മാനവരെല്ലാം സഹോദര ഭാവനയിൽ കഴിയുന്ന സമൂഹം രൂപപ്പെടണം. വിദ്യാഭ്യാസത്തിലൂടെ ഭേദചിന്തകൾ ഇല്ലാതാവണം. സ്വന്തം സുഖത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ അപരനും കൂടി ഉപകരിക്കണം. വർത്തമാനകാലത്ത് ഗുരുദർശനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി ചേർത്താണ് പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.